പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ ബിലേറ്റഡ് ഹാപ്പി കാർത്തിക. അപ്പോൾ കാർത്തികയൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞ കേട്ടോ. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ കാർത്തിക ദിവസത്തിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനും ദേവുട്ടൻ്റെ ഉറക്കം എണീറ്റിട്ട് ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ നമ്മൾ കാർത്തിക ആഘോഷിച്ചത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചേച്ചിയുടെ പിറന്നാളിലൂടെയാണ് വൃശ്ചികത്തിലെ തൃക്കാർത്തിക വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഇതാ മുകളിൽ ബാൽക്കണിയിൽ ഊഞ്ഞാലിലൊക്കെ ചെന്നിരുന്ന് കുറേ നേരം അവനായിട്ട് കളിച്ചു. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പോൾ എന്താ കുഞ്ഞൂട്ടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മടിച്ച് ഉറക്കമൊക്കെ എണീക്കുകയാണ് കേട്ടോ. അപ്പം കുഞ്ഞൂട്ടിനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ദേവുട്ടിന് ചെറിയൊരു അസൂയ വന്നു. ഉടനെ തന്നെ വല്യമ്മയുടെ കയ്യിൽ ചാടി കയറി. അങ്ങനെ രണ്ടുപേരെയും കൂടെ എടുത്ത് പിന്നെ എന്താ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ച് നിന്നു. അപ്പോൾ കുഞ്ഞൂട്ടിൻ്റെ ഉറക്ക ക്ഷീണമൊന്നും അങ്ങ് മാറിയിട്ടില്ല കേട്ടോ. എന്തോന്ന് പരീക്ഷ അപ്പോൾ കട്ടിലത്തെ ഉറക്കം മതിയാവാതെ സെറ്റിൽ വന്ന് കുറച്ച് നേരം ഉറങ്ങിക്കിടക്കുകയാണ് കുഞ്ഞുണ്ട്. ആ സമയം കൊണ്ട് ദേവുട്ടൻ നടന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പതുക്കെ പിടിച്ചെണീക്കാനും നടക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതാ കുഞ്ഞുട്ടൻ കുളിച്ച് കുട്ടപ്പനായി ഇതാ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടനിപ്പോൾ ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ കുഞ്ഞുട്ടൻ ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട് സ്കൂളിലൊക്കെ പോയാട്ടോ. അപ്പോൾ കുഞ്ഞുട്ടൻ സ്കൂളിൽ പോയി പരീക്ഷ ആയതുകൊണ്ട് അവൻ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ അതുവരെ ദേവുട്ടൻ എന്താ കുഞ്ഞുട്ടൻ ചേട്ടൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞുട്ടൻ വീട്ടിലെത്തിയ കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവൻ സർപ്രൈസായിട്ട് ഇതാ പോക്കറ്റിൽ നിന്ന് ഒരു മുട്ടായി എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അമ്മയുടെ പിറന്നാൾ സമ്മാനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ടോ. ചേച്ചിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി. അപ്പോൾ അവൻ എവിടുന്നോ ആരോ കൊടുത്ത് 2 മുട്ടായി കിട്ടിയതാണ്. അപ്പോൾ അവ അത് കഴിക്കാതെ ഓർത്ത് പോക്കറ്റിൽ വെച്ചിട്ട് അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നും പറഞ്ഞ് കൊടുത്തു. അത് ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ചേച്ചിയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ നമ്മളൊരു അടപ്പായസം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ അതാ പായസം പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ്. ഇതാ ശർക്കരയൊക്കെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും ചേച്ചിയും കൂടെ മാറി തേങ്ങയൊക്കെ തിരികെ എടുക്കുന്നുണ്ട്. കാരണം നല്ല തേങ്ങാപ്പാൽ ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു പായസമൊക്കെ കുടിച്ചൊന്ന് കിടന്നുറങ്ങിയ ശേഷം വൈകിട്ട് ഇതാ തൃക്കാർത്തിക വിളക്കുകൾ കത്തിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അത് ഇടിഞ്ഞിലെല്ലാം ചേച്ചി നേരത്തെ തന്നെ കഴുകി ഉണങ്ങാൻ വേണ്ടി കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് നിരത്തി വെച്ച് എണ്ണയെല്ലാം ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ ഇടിഞ്ഞിലുണ്ടായിരുന്നു. അപ്പം നല്ല സമയം എടുത്തു കേട്ടോ ഇത്രയൊന്നും എല്ലാം എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അതിനിടയ്ക്ക് ദേവുട്ടിന് നല്ലപോലെ സഹകരിച്ചു. വലിയ കുഴപ്പമില്ലാതൊക്കെ നിന്ന് കേട്ടോ. അപ്പം നമ്മളിതാ ദീപങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്ന സമയത്ത് സൊമാറ്റോ എന്നൊരു ഡെലിവറി വന്നു കേട്ടോ. ചേച്ചിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചേട്ടൻ സർപ്രൈസായിട്ട് കേക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ വീണ്ടും വിളക്കൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ കറക്റ്റ് 6:30 ആയപ്പോഴത്തേക്കും വിളക്കൊക്കെ കത്തിച്ചു തുടങ്ങി കേട്ടോ. നമ്മൾ ഡെയിലി വയ്ക്കുന്ന വിളക്ക് നിലവിളക്ക് ആദ്യം ഒന്ന് കത്തിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മളിതാ കാർത്തിക ദീപം തെളിയിച്ചു തുടങ്ങി. ഇതാണ് കേട്ടോ നമ്മുടെ തൃക്കാർത്തിക വിളക്കിൻ്റെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നമ്മൾ ഇപ്രാവശ്യം കാർത്തിക ആഘോഷിക്കാൻ കാരണം ചേച്ചിയുടെ പിറന്നാൾ മാത്രമല്ല ചേച്ചിയുടെ വീട് വെച്ചിട്ടുള്ള ആദ്യത്തെ കാർത്തിക.
അങ്ങനെ ഈ പ്രാവശ്യത്തെ കാർത്തിക കുറച്ച് സ്പെഷ്യലായതുകൊണ്ട് നമ്മൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ കാർത്തിക വിളക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ചിന്തു ചേട്ടനെയും അരുൺ ചേട്ടനെയാണ്. അപ്പോൾ അരുൺ ചേട്ടൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി. ചിന്തു ചേട്ടൻ എന്താ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ചേട്ടൻ എത്തിയപ്പോൾ 10:30 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെന്താ നമ്മളിതാ വിളക്കെല്ലാം വച്ച ശേഷം പിന്നെ കുറച്ച് ഫോട്ടോ ഷൂട്ടിൻ്റെ പരിപാടികളാണ് കേട്ടോ. പിള്ളേരെയൊക്കെ വെച്ചിട്ട് ഇതാ വിളക്കൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ കാർത്തിക വിശേഷം. പിന്നെ എന്താ വിളക്കെല്ലാം വെച്ച് പ്രാർത്ഥിച്ച ശേഷം പിന്നെ എന്താ അടുക്കളയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാർത്തികയ്ക്ക് കിഴങ്ങൊക്കെ അവിക്കുമല്ലോ, അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അതാ ചേച്ചിയുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങോടുകൂടി നമ്മുടെ കാർത്തിക ഡേ വിശേഷങ്ങൾ തീരുവാണ്. അപ്പോൾ ചേച്ചിക്ക് ദൈവം എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.